ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. അവർ പോകുമ്പോൾ ശിമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. കുറേനക്കാരനെ ശിമോനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കർത്താവിനെ പീലാത്തോസ് ക്രൂശിക്കുവാനായിട്ട് വിട്ടുകൊടുത്തു. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് യേശുമ്പുരാനെ പീലാത്തോസ് ക്രൂശിക്കാൻ വിധിക്കുകയാണ്. പടയാളികൾ യേശുമ്പുരാനെ ഏറ്റെടുത്തിട്ട് വലിയൊരു മരക്കുരിശ്, കർത്താവിനേക്കാൾ 10 മടങ്ങ് ഭാരമുള്ള മരക്കുരിശ് ചുമക്കുവാൻ ഏൽപ്പിക്കുകയാണ്. അതുമായിട്ട് കാൽവരിയുടെ മുകളിലേക്ക് യേശുമ്പുരാൻ നടക്കുകയാണ്. ഈ യാത്ര അതികഠിനമാണ്. തോളിന്മേൽ കർത്താവിനേക്കാൾ എത്രയോ മടങ്ങ് ഭാരമുള്ള ഒരു കുരിശ്. അതുമായിട്ട് നടക്കുമ്പോൾ യേശുമ്പുരാൻ പലയിടത്തും വീഴുന്നുണ്ട്. ആ മുതുകത്തിരിക്കുന്ന വലിയ കുരിശ് കർത്താവിനെ ഇരുത്തിയാണ്. എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഈ ക്രൂരന്മാരായ പടയാളികൾ യേശുമ്പുരാനെ ചാട്ടുവാറുകൊണ്ട് അടിക്കുകയാണ്, ആക്രോശിക്കുകയാണ്. എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് റോഡിൻ്റെ ഇരു സൈഡിലും, കർത്താവ് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളിലും അനേകായിരങ്ങൾ കാഴ്ചക്കാരായി നിൽപ്പുണ്ട്. അവരത് കണ്ട് രസിക്കുകയാണ്. ആരുടെയും ഹൃദയം, അവരുടെ മനസ്സലിയുന്നില്ല. ഒന്ന് മുമ്പോട്ട് വന്നിട്ട് യേശുവിനെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുരിശൊന്ന് അല്പമൊന്ന് പൊക്കിക്കൊടുത്തോ യേശുവിനെ നടക്കുവാൻ ഒന്ന് സുഗമമാക്കുവാൻ ആരും മുന്നോട്ട് വരുന്നില്ല. ഇങ്ങനെ എല്ലാവരും കാഴ്ചക്കാരായി രസിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു മനുഷ്യൻ ഈ ആൾക്കാരുടെ കാഴ്ചക്കാരായി നിൽക്കുന്നവരുടെ ഇടയിലൂടെ എന്താണെന്നറിയുവാൻ ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു മനുഷ്യൻ വലിയൊരു മരക്കുരിശിൻ്റെ കീഴിൽ കിടന്ന് പിടയുകയാണ്. എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ പടയാളികൾ ആ യേശുവിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നുണ്ട്. ആ ചാട്ടവാറടിയേറ്റുകൊണ്ട് അതികഠിനമായ വേദനയുണ്ട്. അതിപരമായ വലിയൊരു ഭാരം മുതുകത്തിരിക്കുന്നു. അതിൻ്റെ കീഴിൽ കിടന്ന് സ്വാധുവാരമായൊരു മനുഷ്യനെ ഈ എത്തി നോക്കുന്ന മനുഷ്യൻ കാണുകയാണ്. അത് യേശുവാണെന്ന് ആ എത്തി നോക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല. ആരുമായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ആ സാഹചര്യം കണ്ടുകൊണ്ട് അദ്ദേഹം പിടയുന്നു കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെയാണ്. അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് യേശുവിനെ എഴുന്നേൽക്കുവാനായിട്ട് സഹായിക്കുന്നു. എന്നിട്ട് ആ കുരിശ് ഒരു സൈഡ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് കാൽവറിയോളം യേശുവിനെ കൂടെ നടക്കുകയാണ്. യേശുവിനോട് നടന്ന് കാൽവരിയുടെ മുകളിലെത്തുമ്പോൾ യേശുമ്പുരാൻ ആർദ്രതയോടെ നന്ദിയോടെ ഈ മനുഷ്യനെ നോക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഒരു ഇസ്രായേലിയനോ ഒരു യഹൂദനോ ഒരു സവർണനോ അല്ലായിരുന്നു. അന്യ ജാതിക്കാരനായ, അന്യ മതസ്ഥനായ, അന്യ ദേശക്കാരനായ, അന്യഭാഷക്കാരനായ, കറുത്ത വർഗ്ഗക്കാരനായ ഒരു മനുഷ്യൻ. ഈ ഈജിപ്തിൽ നിന്ന് വന്ന കുറേനിയാൻ ദേശത്തു നിന്ന ഒരു കറുത്ത വർഗ്ഗക്കാരൻ. അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. അദ്ദേഹമാണ് കുറേനക്കാരൻ ശിമോൻ. ഈ കുറേനക്കാരൻ ശിമോനെ യേശുവിൻ്റെ ക്രൂശെടുക്കുവാനായിട്ട് കാൽവറിയോളം അദ്ദേഹം അനുഗമിക്കുകയാണ്. അങ്ങനെ സഹായിക്കുമ്പോൾ പിന്നീട് ഈ കുറേനക്കാരൻ ശിമോനെക്കുറിച്ച് വേദപുസ്തകത്തിൽ നാം കാണുന്നില്ല, എവിടെയും പരാമർശിക്കുന്നില്ല. എന്നാൽ റോമാലേഖനം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: റൂഫോസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ. പരിശുദ്ധനായ പൗലോസ് പറയുന്ന റൂഫോസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം ചൊല്ലുവീൻ. ആരാണ് ഈ റൂഫോസ്? ഈ റൂഫോസ് ഈ കുറേനക്കാരൻ ശിമോൻ്റെ മകനാണ്. എവിടുന്നോ വന്ന ഒരു കാഴ്ചക്കാരനായ ഒരു മനുഷ്യൻ. ഒരുപക്ഷെങ്കിൽ യെരുശലേമിൽ ഏതോ വാണിജ്യ ആവശ്യത്തിന് വന്നായിരിക്കാം, അല്ലെങ്കിൽ ഈ പെസഹാപ്പുരത്തോടനുബന്ധിച്ച് ഉത്സവങ്ങളൊക്കെ കാണാൻ വന്നതായിരിക്കാം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ യേശുവിനെ കിടന്ന് യേശുവാണെന്നറിയുന്നില്ല, ഒരു കുരിശിൻ്റെ കീഴിൽ കിടന്ന് പിടയുന്ന ഒരു സാധു മനുഷ്യനെ കണ്ടപ്പോൾ അവൻ്റെ ആ സഹനങ്ങളിൽ അവൻ്റെ കുരിശൊന്ന് പൊക്കുവാൻ സഹായിച്ചപ്പോൾ അവൻ്റെ സന്തതി പരമ്പര വലിയ മിഷണറിയായി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരായി ലോകമറിയുന്ന സുവിശേഷകരായി മാറുകയാണ്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ സഹനങ്ങളിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ നമ്മുടെ അനന്തര തലമുറകളും അനുഗ്രഹിക്കപ്പെടുകയാണെന്നുള്ളതാണ്. നീ മറ്റുള്ളവരുടെ സഹനത്തിൽ അവരുടെ ആ സഹനങ്ങളുടെ, അവരുടെ ഭാരങ്ങളെ, അവരുടെ കുരിശിനെ നീ ഒരു വിരൽ കൊണ്ട് ഒന്ന് സഹായിച്ചാൽ നിൻ്റെ കുടുംബമേ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഈ വേദഭാഗം നമുക്ക് പറയാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹനങ്ങളിൽ നമുക്ക് പങ്കാകാം. ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ വലയുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ
ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവനെ സഹായിക്കുമ്പോൾ, നഗ്നനായ ഒരു മനുഷ്യന് ഒരു ഉടുപ്പ് കൊടുക്കുമ്പോൾ, അതെല്ലാം ഈ ഭാരം വഹിക്കുന്ന സഹനം പേറുന്ന ആൾക്കാരെ ഒരു വിരലുകൊണ്ട് സഹായിക്കുന്നതിന് തുല്യമാണ്. അവിടെ മറന്നു പോകരുത്, ദൈവം നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കും എന്നുള്ളത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹനങ്ങളിൽ നമുക്ക് പങ്കാളിയാകാം. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.